അത് ബി.ജെ.പിക്കുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പായി മാറിയിട്ടുണ്ട്. വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് അതിലുണ്ടായത്. പോലീസ് 20,000 ഉയരുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ മൈതാനത്ത് താങ്ങാവുന്നതിൽ കൂടുതൽ ആളുകളാണ് അവിടെ എത്തിയത് എന്ന് മാധ്യമങ്ങൾ തന്നെ. ഇന്ത്യ ഗവൺമെന്റ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ കാട്ടിക്കൂട്ടുന്ന നിയമവിരുദ്ധമായ നടപടികൾക്ക് എതിരെയുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പായിട്ടാണ് മാറിയത്. ഇത് ബി.ജെ.പിക്കുള്ള താക്കീതായിരിക്കുമ്പോൾ തന്നെ ഇതിനൊരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. കാരണം ബി.ജെ.പി അവർക്ക് വ്യത്യസ്തതയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും രാജ്യവ്യാപകമായി വേട്ടയാടുന്ന നിലയാണ് സ്ഥിതി. അങ്ങനെ വേട്ടയാടുമ്പോൾ കോൺഗ്രസ് ഇതരായ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ടവർക്ക് നേരെ ബി.ജെ.പി വേട്ടയാട് നടത്തുമ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചു വന്ന സമീപനം ആ ബി.ജെ.പി വേട്ടയാടലിനോടൊപ്പം നിൽക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെജ്രിവാളിന്റെ. ഈ മദ്യനയ കേസ് അതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയർന്നു വന്നപ്പോൾ അതില് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഡൽഹി ഗവൺമെന്റിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസ്സാണ് വഹിച്ചത്. ബി.ജെ.പി ഇപ്പൊ കാണുന്ന ഇ.ഡി. ഇടപെടലിന് വഴിവെച്ചത് തന്നെ അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമാണ് എന്നതാണ്. ഇതില് അതുമായി ബന്ധപ്പെട്ട പരാതി കോൺഗ്രസ്സാണ് പോലീസിന് നൽകുന്നത്. അതിലൂടെ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ ഇ.ഡിക്ക് ആ വഴിയിലൂടെ കടന്നു വരാനായി. അതില് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയെ, മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്ന ഇ.ഡി സ്വീകരിച്ചു. അങ്ങനെ ചെയ്തപ്പോ കോൺഗ്രസിന്റെ പരാതി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലായിരുന്നു, കെജ്രിവാളിനെ കേസിൽ കൊടുക്കാത്തതിലായിരുന്നു. എന്തുകൊണ്ട് കെജ്രിവാളിനെ കേസിൽ പെടുത്തുന്നില്ല? കെജ്രിവാളല്ലേ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത്. ഇതായിരുന്നു പരസ്യമായി കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്. അത് നല്ലൊരു ഘട്ടം വരെ തുടർന്നു. ഇപ്പോ ഇങ്ങനെയൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത് സ്വാഗതാർഹമായ കാര്യമാണ്. ഇപ്പൊ സ്വീകരിച്ച നിലപാടിനെയല്ല ഞാൻ വിമർശിക്കുന്നത്. നേരത്തെ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് നേതൃത്വം കാണിക്കണമായിരുന്നു. ഇന്നലെ ബഹുജൻ റാലിയിൽ കോൺഗ്രസിന്റെ എല്ലാ പ്രമുഖരായ നേതാക്കളും പങ്കെടുത്തു. നല്ല കാര്യമാണ്. ബി.ജെ.പിയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ
ശക്തമായ നിലപാട് സ്വീകരിച്ചു പോവുക എന്നത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേരെ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് തങ്ങളുടെ ഇംഗിതമനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരുപാട് കോൺഗ്രസ് നേതാക്കളുണ്ടാകുന്നത്. അശോക് ചവാന്റെ കാര്യം രാഹുൽ ഗാന്ധി തന്നെയാണ് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്, ജയിലിൽ പോകാൻ കഴിയില്ല, ഞാൻ BJPയിലേക്ക് പോവുകയാണ്. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരെന്ന് പറയുമ്പോൾ വെറും കസേരയിൽ ഇരുന്ന് പുറത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടവർ മാത്രമല്ല, പല ഘട്ടങ്ങളിലും രാഷ്ട്രീയത്തിൽ കടുത്ത നടപടികളുണ്ട്. അതത് ഘട്ടത്തിൽ ഭരണാധികാരം കൈകാര്യം ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നും തെറ്റായ രീതിയിലുണ്ടാകാം. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയം അവസാനിപ്പിച്ചു പോവുകയല്ല വേണ്ടത്. അതിനെതിരെ പോരാടാനുള്ള ആർജവമാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ കാണിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവിനടക്കം അത്തരത്തിലുള്ള ആഘാതങ്ങൾ താങ്ങാനാവില്ല എന്ന നില പരസ്യമായി രാഹുൽ ഗാന്ധിയെ പോലൊരാൾ തന്നെ പറയുകയാണ്. അത് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ പാർട്ടി വിട്ടു പോകാമെന്നാണ്. പാർട്ടി വിട്ടു പോകുന്നത് ന്യായീകരണമാണ്. അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. ഇരിക്കട്ടെ, ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യ താല്പര്യം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം കോൺഗ്രസ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതാണ് കെജ്രിവാളിൻ്റെ അനുഭവം കോൺഗ്രസിനെ പഠിപ്പിക്കുന്നത്. അത്രത്തോളം ഇന്നലത്തെ റാലി BJPക്കുള്ള മുന്നറിയിപ്പും കോൺഗ്രസിനുള്ള ഒരു അനുഭവ പാഠവുമായി മാറി എന്നതാണ് പ്രത്യേകത. ഇവിടെ നമ്മുടെ രാജ്യത്ത് മോദിയുടെ ഗവൺമെൻറ് ഇത്തവണ അധികാരത്തിൽ വന്നതിന് ശേഷം BJPയുടെ ഗവൺമെൻറ് 10 വർഷമാവുകയാണ്. ഈ 10 വർഷക്കാലത്തെ നമ്മുടെ അനുഭവം എല്ലാ രീതിയിലും രാജ്യത്തിൻ്റെ മൂല്യങ്ങളാകെ തകർക്കുന്നതാണ്. ഭരണഘടനാ മൂല്യങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു. മതനിരപേക്ഷതയ്ക്ക് വലിയ പോറലാണ് സംഭവിക്കുന്നത്. മതനിരപേക്ഷത അംഗീകരിക്കാത്ത RSS നേതൃത്വം കൊടുക്കുന്ന BJP അവരാണ് ഭരണം കൈയാളുന്നത്. അപ്പോൾ RSSന്റെ അജണ്ട നടപ്പാക്കുന്നതിലാണ് അവർക്ക് വലിയ താല്പര്യം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് RSSനെ സംബന്ധിച്ചിടത്തോളം. കാരണം RSS ജന്മം കൊണ്ടിട്ട് അടുത്ത വർഷത്തേക്ക് 100 വർഷം തികയുകയാണ്. അപ്പോൾ RSSന്റെ അജണ്ട തീവ്രമായി നടപ്പാക്കുക, അതാണ് ഇവിടെ BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ആ കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ പൗരത്വ ഭേദഗതിയായാലും മറ്റ് നടപടികളായാലും എല്ലാം ഇതിൻ്റെ ഭാഗമാണെന്ന് നാം കാണണം. ഇത് കൂടുതൽ
ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർഗീയതയെ ശക്തമായി എതിർത്തുകൊണ്ട് മാത്രമേ മതനിരപേക്ഷത സംരക്ഷിക്കാനാവും. നിർഭാഗ്യവശാൽ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന ചിലർക്ക് വർഗീയതയെ ശക്തമായി എതിർക്കാനാവുന്നില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കോടാനുകോടി ജനങ്ങൾ ആശങ്കയിലും ഭയപ്പാടിലും കഴിയുന്ന ഒന്നാണ് പൗരത്വ നിയമ ഭേദഗതി. ഇതിൻ്റെ ആഘാതം എങ്ങനെയായിരിക്കും? ആസാമിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കി. അവിടെ പൗരത്വമുള്ള 19 ലക്ഷത്തോളം ആളുകൾ പൗരത്വം നഷ്ടപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. അത് മുസ്ലിം മാത്രമല്ല, മുസ്ലിമിനെയാണ് ഇതിലൂടെ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ ലക്ഷ്യമിട്ടതെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാവരെയും ബാധിക്കുകയാണ്. കാരണം ദേശീയ പൗരത്വ രജിസ്റ്റർ അംഗീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നമ്മുടെ ഇവിടെ വലിയ പ്രശ്നമില്ല. ഇവിടെ കണ്ടിട്ട് രാജ്യാകെ കാണരുത്. ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കോടാനുകോടി ജനങ്ങളാണ് രാജ്യത്ത്. ചെറിയ ശതമാനമല്ല. നിങ്ങളെ അച്ഛൻ്റെ ജനനത്തീയതിയും ജനനസ്ഥലവും അങ്ങനെയുള്ള എല്ലാ വിശദാംശങ്ങളും കൊടുക്കണം. നമ്മുടെ ആളുകൾക്ക് തന്നെ, നമ്മളെ ആളുകളെന്ന് ഞാൻ പറയുന്നത് ഇവിടെ കുറച്ചുകൂടി വിദ്യാസമ്പന്നരാണല്ലോ. ആ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് തന്നെ ഈ പറഞ്ഞ എല്ലാ വിവരങ്ങളും കയ്യിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെയെല്ലാം കൊടുക്കാൻ കഴിയാത്തവർ പുറത്താണ്. അത്തരമൊരു നിയമം ഇവിടെ നടപ്പാക്കുന്നതിൻ്റെ തുടർച്ച ഒരു പ്രത്യക്ഷത്തിൽ തന്നെ ഒരു വിഭാഗത്തെ, മുസ്ലിമിനെ പൗരത്വത്തിൽ എടുക്കാൻ പാടില്ല എന്നതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നൊരു നിയമം. അതിനെക്കുറിച്ച് കോൺഗ്രസ്സിന് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. എന്തൊരു ദയനീയമായ അവസ്ഥയാണെന്ന് നോക്കണം. ഇവിടെ കോൺഗ്രസ് പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണല്ലോ. ഇപ്പോൾ വൈകുന്നേരമാണ് ചോദിക്കുന്നതുകൊണ്ടോട് രാത്രി ആലോചിച്ച് പറയാന്നില്ലേ പറഞ്ഞു. എത്ര പരിഹാസ്യമാണെന്ന് നോക്കണം. രാഹുൽ ഗാന്ധി മറ്റേ എല്ലാ കാര്യങ്ങളും പ്രതികരിച്ചുകൊണ്ട് യാത്ര നടത്തിയ ഘട്ടമാണല്ലോ. എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചോ? ഇപ്പോഴും പ്രതികരിച്ചു. എന്താണ് അങ്ങനെയുള്ള നിലനിൽക്കുന്നത്? അപ്പം ഇത്തരം കാര്യങ്ങളിൽ തീർച്ചമൂർച്ചയുള്ള നിലപാടെടുത്തു പോവുക, വർഗീയ നീക്കങ്ങൾ എതിർക്കുക, ഇത് വളരെ പ്രധാനമാണ്. ആ നീക്കങ്ങൾ നടക്കുന്നില്ല എന്നതാണ് നാം ഗൗരവമായി കാണേണ്ടത്. ഞാൻ ആമുഖമായി കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. അതിന് കുറച്ച് വിഷമാകും. നമുക്കൊരു 10 മണിയോടുകൂടി അവസാനിപ്പിക്കുകയും വേണം. അതുകൊണ്ട് ആമുഖമായി ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പറയാനുള്ളത് പറയുന്നതായിരിക്കും നന്നാവും. ഇവിടെ ഈ രാഹുൽ ഗാന്ധി അടക്കം മത്സരിക്കുന്ന വയനാട്ടിലടക്കം താങ്കൾ ഇന്ന് പ്രചാരണത്തിന് ഇറങ്ങുകയാണ് ആദ്യമായിട്ട്. അപ്പൊ ഇത് പറയുമ്പോൾ ജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും ഈ ഒരു അതിന്റെ? നിങ്ങളെ ചോദ്യം കൊണ്ട് വെള്ളം കുടിച്ചല്ല കേട്ടോ. ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ കഴിയുന്നല്ലോ എന്നുള്ളതാണ് എൻ്റെ ആശ്ചര്യം. സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടവരാണല്ലോ നിങ്ങളെല്ലാവരും. അങ്ങനെ മനസ്സിലാക്കിയ ആളായിരിക്കും നിങ്ങളും. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ചോദ്യമാണ് ചോദിക്കാൻ തോന്നിയത്. നമ്മൾ കാണേണ്ട കാര്യം, ഇവിടെ രാഹുൽ ഗാന്ധിയെ പറ്റിയാണല്ലോ പറഞ്ഞത്. ഞങ്ങളിപ്പോൾ അദ്ദേഹത്തെ മത്സരിക്കുന്നു, അദ്ദേഹത്തിനെതിരെ ശക്തമായ മത്സരം ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് വേറെ കാര്യം. രാഹുൽ ഗാന്ധിയാണ് ഇവിടെ മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരാണ്? കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പ്രസിഡന്റ് അല്ലേ എന്ന് ചോദിച്ചാൽ
സാങ്കേതികമായി അതേ ഉത്തരം പറയേണ്ടി വരും. പക്ഷേ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം വഹിക്കുന്ന റോള് നമുക്കെല്ലാവർക്കും അറിയാം. ആ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ആരെയാ നേരിടുന്നത്? കേരളത്തിൽ വന്ന് സുരേന്ദ്രനെ നേരിടുകയാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, BJP നേരിടാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയാൻ പറ്റും? ഇവിടെ LDF ആണല്ലോ പ്രധാന ശക്തി. LDFനെ നേരിടാനാണല്ലോ വരുന്നത്. അപ്പൊ ഇന്ത്യ എന്ന ഒരു സംവിധാനം രാജ്യത്ത് BJPക്ക് തടസ്സം നിൽക്കാൻ, BJP അധികാരത്തിൽ വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ജനങ്ങൾ രൂപം നൽകിയിരിക്കുന്നു. ആ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ആ ഇന്ത്യയുടെ ഭാഗമായുള്ള ഇവിടുത്തെ LDFനെതിരെ മത്സരിക്കാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതല്ലേ ആദ്യം ആലോചിക്കേണ്ടത്. പിന്നെ നമ്മുടെ നാടിൻ്റെ അനുഭവത്തിൽ ഈ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു സീറ്റിൽ മാത്രമാണല്ലോ ജയിച്ചിരുന്നത്. അതായിരുന്നു ആലപ്പുഴ സീറ്റ്. മുന്നണി സമവായത്തിൽ പിന്നീട് മാറ്റം വന്നപ്പോൾ കേരള കോൺഗ്രസ് ഞങ്ങളോടൊപ്പമാണ്. ഇപ്പോൾ 2 സിറ്റിംഗ് MP-മാരാണ് കേരളത്തിലുള്ളത്. ഈ 2 സിറ്റിംഗ് MP-മാരും അപ്പുറത്ത് മഹാഭൂരിപക്ഷം വരുന്ന 18 പേരും. ഇത് ലോക്സഭയിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചത്? നമ്മുടെ നാടിൻ്റെ അനുഭവമില്ലേ? ഇപ്പോ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നേരിടുന്നത് ആനി രാജയാണ്. ആനി രാജ ദേശീയ തലത്തിൽ തന്നെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ നേതാവാണല്ലോ. അവരല്ലേ മണിപ്പൂരിൻ്റെ കാര്യത്തിൽ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ടിരുന്നത്? എന്തിനായിരുന്നു അത്? BJP ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടല്ലേ? അവരുടെ നേതൃത്വത്തിലുള്ള ഫാക്ട് ഫൈൻഡിങ് സംവിധാനമല്ലേ അവിടെ എത്ര ക്രിസ്ത്യാനികൾ അതിക്രൂരമായി വേട്ടയാടപ്പെട്ടു എന്ന അവസ്ഥ പുറത്തു കൊണ്ടുവന്നു? എന്താണ് രാഹുൽ ഗാന്ധിക്ക് അന്നേരമുള്ള റോൾ? അവിടെ എന്തെങ്കിലും റോള് പറയാനുണ്ടോ ഈ കാര്യത്തിൽ? രാജ്യം കണ്ട ഇതുപോലുള്ള ഒരുപാട് പ്രതിഷേധമുയരുന്ന സംഭവങ്ങൾ വന്നല്ലോ. ആ സംഭവങ്ങളിൽ എല്ലായ്പ്പോഴും ആനി രാജയെ കാണാനുണ്ടല്ലോ. എന്നാൽ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയെ അത്തരം സംഭവങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ? അപ്പോ അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കണോ മത്സരിക്കണ്ടേ എന്നൊക്കെയുള്ള അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതിൻ്റെ അനൗചിത്യം രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടാതെ ഇത്തരമൊരു നിലപാടിലേക്ക് വന്നു എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ശക്തമായി ഈ നിലയുമായി മുന്നോട്ട് പോകും. ഗുരുതരമായ ആരോപണങ്ങൾ സർക്കാർ പോലീസ് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് അതിലെന്താണ് സർക്കാരിന്റെ നിലപാട്? അപ്പീൽ പോകുന്നത് പറഞ്ഞു, പക്ഷേ വസ്തുത എന്താണ്? അതൊരു ഗൗരവമായ പ്രശ്നം തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ റിയാസ് മൗലവി കേസിൽ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ
2017 മാർച്ച് 20 അർദ്ധരാത്രിയാണ് അവിടെയുള്ള ചൂരി പഴയ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള താമസ സ്ഥലത്ത് വെച്ച് കുടക് സ്വദേശിയും കാസർഗോഡ് പഴയ ചൂരി പള്ളിയിലെ മദ്രസ അധ്യാപകനുമായിരുന്ന റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ബേക്കൽ കോസ്റ്റൽ സർക്കിൾ ഇൻസ്പെക്ടറാണ് ആദ്യം കേസ് അന്വേഷണം നടത്തിയത്. കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അന്ന് തന്നെ കേസ് അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചു. അതിൻ്റെ നേതൃത്വം കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ഡോക്ടർ ശ്രീനിവാസൻ IPSന്റെ നേതൃത്വത്തിലുള്ള സംഘം, അവരാണ് പിന്നീട് കേസ് അന്വേഷണം നടത്തിയത്. നമ്മൾ കാണേണ്ടത് എത്ര ജാഗ്രതയോടെയാണ് അതിൽ ഇടപെടൽ നടന്നതെന്നാണ്. ഈ സംഭവം നടന്ന് 96 മണിക്കൂറുകൾ തികയും മുൻപ് 23/3/17 3 പ്രതികളെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. അവിടെ തീരുന്നില്ല. ആ പറഞ്ഞ 23-ാം തീയതി മുതൽ ഈ 7 വർഷവും 7 ദിവസവും അവര് വിചാരണ തടവുകാരായി ജയിലിൽ കിടന്നു. അങ്ങനെ ജയിലിൽ കിടക്കാനിടയാക്കിയത് ശക്തമായ പോലീസ് നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതിന് അവർക്കുള്ള ഒരു നിയമപരമായ പഴുത് കിട്ടുക നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിലാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. പല ഘട്ടങ്ങളിലായി ഇവര് ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ കർക്കശമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് ജാമ്യാപേക്ഷ അനുവദിക്കാതിരിക്കുന്ന നിലയുണ്ടായത്. ഇവിടെ കുറ്റം നടന്ന് 85-ാം ദിവസം കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ റിയാസ് മൗലവിയുടെ ഭാര്യ അവരുടെ രേഖാമൂലമുള്ള ആവശ്യപ്രകാരമാണ് ഇവിടുത്തെ കോഴിക്കോട് ബാറിലെ മുതിർന്ന മികച്ച ക്രിമിനൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് അശോകനെ 18/6/2017 സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. നല്ല രീതിയിലാണ് ആ കേസ് നടത്തി വന്നത്. മാത്രമല്ല ഇവിടെ മതസ്പർദ്ധ വളർത്താനുള്ള കുറ്റകൃത്യമാണ് നടന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിനോട് അത് കുറ്റപത്രത്തിൽ ചേർക്കാനുള്ള അനുമതി തേടി. അപ്പോൾ മതസ്പർദ്ധ വളർത്താനുള്ള കുറ്റകൃത്യമാണ് നടന്നത് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ സർക്കാർ അതിനുള്ള അനുമതി പത്രം നൽകുകയും ചെയ്തു. ഇവിടെ കാണേണ്ട കാര്യം, സാക്ഷികളായി 97 പേര്, 375 രേഖകൾ, ഇതെല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. 87 സാഹചര്യ തെളിവുകൾ, 124 മേൽക്കോടതി ഉത്തരവുകൾ, ഇതെല്ലാം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരാക്കി.
2019 വിചാരണ നടപടികൾ തുടങ്ങി. 2023 മെയ് 1 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അശോകൻ നിർഭാഗ്യവശാൽ മരണപ്പെട്ടു. വീണ്ടും ഭാര്യ അപേക്ഷ നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് അശോകൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ കോഴിക്കോട് ബാറിലെ അഡ്വക്കേറ്റ് ടി ഷാജിത്തിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിശ്ചയിച്ചു. കേസ് അന്വേഷണത്തിലും വിചാരണയിലും സുതാര്യതയും തികഞ്ഞ സത്യസന്ധതയുമാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും പുലർത്തിയത്. അതിൽ ഒരു ഘട്ടത്തിലും ഒരു പരാതിയും ആരും ഉന്നയിച്ചിട്ടില്ല എന്നത് നാം പ്രത്യേകം ഓർക്കണം. അർപ്പണബോധത്തോടെ നല്ല രീതിയിൽ ഈ കേസ് നടത്തിയെന്നത് കൊല്ലപ്പെട്ട റിയാസ് മൗലവിയുടെ കുടുംബവും എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നത് നാം ഓർക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ വിധി വന്നതിന് ശേഷം സർക്കാർ ഈ കാര്യത്തിൽ പുലർത്തിയ ജാഗ്രതയും ആത്മാർത്ഥതയും അർപ്പണബോധവും ആ കുടുംബം പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നതും കാണാതിരിക്കാനാകുന്നില്ല. കേസ് അന്വേഷണത്തിലോ നടത്തിപ്പിലോ ഒരു തരത്തിലുള്ള അശ്രദ്ധയോ അമാന്തമോ ഉണ്ടായിട്ടില്ല. പിന്നെ വരുന്ന പ്രശ്നം ഇത്രയധികം തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും സാക്ഷിമൊഴികളും എല്ലാം ഉണ്ടായിരുന്നിട്ടും കേസിലെ വിധിന്യായം അത് പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ ശരിവെച്ചിട്ടില്ല. ഇത് സമൂഹത്തിൽ വല്ലാത്ത ഞെട്ടലാണ് ഉളവാക്കിയിട്ടുള്ളത്. റിയാസ് മൗലവിയുടെ ഘാതകർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിനായി നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും തേടുമെന്നതാണ് പറയാനുള്ളത്. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ തീർക്കട്ടെ. മതവിദ്വേഷത്തിന്റെ ഭാഗമായി മനുഷ്യരെ കൊല്ലുന്ന രീതി എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കുക തന്നെ വേണം. ഇവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ ഇടപെടലുകളും നടപടികളും ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിന്റെ ഇപ്പോൾ ആരോപണമാണ്. നേരത്തെ വിധി വന്ന ഘട്ടത്തിലാണ് വിധിയുടെ പകർപ്പൊന്നിന് ശേഷം അദ്ദേഹം പ്രതികരിച്ചത്. ഇപ്പോൾ അവർ പ്രതികരിക്കുന്നത് അന്വേഷണത്തിൽ തുടക്കം മുതൽ തന്നെ പാളിച്ചുണ്ടായിട്ട് ചൂടാളിൽ അന്വേഷിച്ചില്ല, യുഎപിയെ ചോദിച്ചില്ല, അന്വേഷണത്തിലെ പാളിച്ചകൾ വിധിന്യായത്തിൽ പറയുന്നത് അന്വേഷണത്തിലെ പാളിച്ചയാണ് വിധിയിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. മാത്രമല്ല പൊതുവിൽ വിധിയുള്ള വിമർശവും അന്വേഷണം ഫെയിലിയറാണെന്നതാണ് വിധി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ബോധപൂർവം ഇപ്പം ചിലർ ശ്രമിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ്റിനെ എങ്ങനെയും താറടിക്കാൻ വേണ്ടി താല്പര്യമുള്ള കക്ഷികൾ, അതിൻ്റെ നേതാക്കൾ ഒരുപാട് ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ട് EAPA ചുമത്തിയില്ല എന്നുള്ളത്. ഇവിടെ നാം കാണേണ്ട കാര്യം IPC 153A അതുപ്രകാരമുള്ള കുറ്റം പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുക വഴി കലാപമുണ്ടാക്കാൻ ശ്രമം നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനുള്ള വകുപ്പാണ്. ആ വകുപ്പ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറസ്റ്റിലായ ശേഷം ഈ പ്രതികൾക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ 7 വർഷവും 7 ദിവസവും സെൻട്രൽ ജയിലിൽ കഴിയേണ്ടി വന്നത് പോലീസിൻ്റെ, പ്രോസിക്യൂഷൻ്റെ, സർക്കാരിൻ്റെ ശക്തമായ നിലപാട് കാരണം തന്നെയല്ലേ. അപ്പോൾ EAPA ചുമത്താനുള്ള അപേക്ഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ
വിചാരണ കോടതിയുടെ തീർപ്പിനാണ് വിട്ടത്. EAPA നിയമത്തെ അനുകൂലിക്കുന്നവർ തന്നെയാണോ ഈ പറയുന്ന വിമർശനം ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്നതും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഞങ്ങൾ മതസ്പർദ്ധ വളർത്താനുള്ള നടപടികൾക്കെതിരെ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു 10 മണി വരെയാണ്, ഒറ്റ കാര്യം ഇനിയില്ല. ഞാൻ പറഞ്ഞു 10 മണി വരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത്. ഇനി നിങ്ങളല്ലെങ്കിലും നിങ്ങളെ പോലെയുള്ളവരെ ഞാൻ വേറെ കാണും. അപ്പൊ ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ നമ്മൾ അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം. ഞാൻ പറയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കി. തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10 മണിക്ക് അവസാനിക്കും. നിങ്ങൾ എല്ലാം വാച്ചിൽ 10 മണി ആയിട്ടുണ്ട്, അത് നോക്കിക്കോ. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട്.